നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 812 812. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 812 66 സർഗം കുറച്ച് ലെങ്തിയാണ്. പരമാർത്ഥ നിരൂപണം ഭാഗം 2. അപ്പോൾ അതിൽ 67ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. കാൺമതേതും ക്ഷണികം ആണെന്നല്ല പരതന്ത്രവും. കാൺമത് ഏതും ക്ഷണികം, നൈമിഷിക, അതിൽ താല്പര്യം തോന്നരുത്. അതുകൊണ്ടാണ് കാഴ്ചയിൽ ഭ്രമിക്കരുത് എന്ന് പറയും, ഇല്ലേ? ഇപ്പോൾ പിന്നെ കല്യാണത്തിനൊക്കെ സാരി ചുറ്റിക്കാൻ ഒരാൾ, ഹെയർ ഡ്രസ്സ് ചെയ്യാൻ ഒരാൾ, ഫേഷ്യൽ ചെയ്യാൻ വേറൊരാൾ, അല്ലേ? പിന്നെ കയ്യും കാലത്തെയും നഖം വെട്ടി നേരാക്കാൻ വേറൊരാൾ. കല്യാണം കഴിഞ്ഞ ദിവസം റിസപ്ഷനൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആ കുട്ടീനെ അറിയൂല. അങ്ങനെയാണ്. ഭർത്താവിന് തന്നെ അറിയില്ല, ചിലപ്പോൾ അറിയാൻ പറ്റില്ല, അത്രയും മേക്ക് ഷിഫ്റ്റാണ്. അപ്പോൾ ദി ബെസ്റ്റ് കാഴ്ച കല്യാണത്തിന് കണ്ടു, പിന്നെ അങ്ങനൊരു കാഴ്ച ജിന്ദഗിയിൽ ഉണ്ടാവില്ല, വീഡിയോയിലേ ഉണ്ടാവുള്ളൂ. അതാണോ ശരി? അല്ല. എപ്പോഴുമുള്ള നാച്ചുറലായിട്ടൊരു ഭംഗിയുണ്ട് ആർക്കും, പുരുഷനാണെങ്കിലും ശരി സ്ത്രീയെ ഒക്കെ ആണെങ്കിലും ശരി. അതിനാണ് ഉണ്മ, സത്യം എന്ന് പറയുന്നത്. അതാണ് വിജയിക്കുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞു വന്നത്? കാൺമതേതം ക്ഷണികം ആണെന്നല്ല പരതന്ത്രവും. സ്വാതന്ത്ര്യം ഇല്ല എന്നാ, ഇല്ലേ? ഇപ്പോൾ പിന്നെ എന്താണെന്നാ പറയുക, ഡ്രസ്സുകളും പണ്ടൊക്കെ വാടകയ്ക്ക് കിട്ടും. അതായത് കോസ്റ്റ്ലി, ഇപ്പോൾ കല്യാണ ഡ്രസ്സാണെങ്കിലും ശരി, അല്ലെങ്കിൽ കല്യാണ പുടവ പിന്നെ നിവർത്തിയില്ല, ബാക്കി റിസപ്ഷൻ 1-ാം ദിവസം 2-ാം ദിവസമൊക്കെ മാറി മാറി ആരൊക്കെയൊക്കെ ഉടുത്തതൊക്കെ പിന്നെ കിട്ടും. പറഞ്ഞേ, സൈസിനനുസരിച്ച് കിട്ടും. അതാണ് പരതന്ത്രം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം ഇല്ല എന്നർത്ഥം. നമ്മുടെ അല്ല, ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ, അത് കഴിഞ്ഞാൽ നമ്മുടെ അല്ല. അപ്പോൾ പരതന്ത്രവും. ഇനി ഞാനോതിടാം യോഗം ശീലിക്കുന്നവർക്ക് വല്ലതും. യോഗം ശീലിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്ന് ഉദ്ധവരോട് ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞു. 68ാമത്തെ ശ്ലോകം. രോഗാദിബാധയാർ നീടിൽ ആചരിക്കേണ്ടതാം ക്രമം. രോഗാദി ബാധയാർ നീടിൽ ആചരിക്കേണ്ടതാം ക്രമം. എന്താണത്? ശീതോഷ്ണാദികൾ നീക്കിയിടും സോമസൂര്യാദിധാരണ. ശീതോഷ്ണങ്ങൾ നീക്കിയിടും തണുപ്പ്, അല്ലേ? തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സൂര്യവെളിച്ചത്തിൽ നിന്നാൽ മതി. ഉഷ്ണുണ്ടെങ്കിലോ ഷാഡോയിൽ നിന്നാൽ മതി. അതാണ് ശീതോഷ്ണാദികൾ നീക്കിയിടും സോമസൂര്യാദിധാരണ. വാതാദികളകന്നീടും. വാദമുള്ളവർക്ക് വെയിൽ കൊള്ളണം, നല്ലതാണെന്നാണ് പറഞ്ഞത്. അതാണ് ഈ വിറ്റാമിൻ ഡിയുടെ പോരായ്മ എന്ന് പറയും, അല്ലേ? വാതാദികളകന്നീടും പ്രാണായാമാസനങ്ങളാൽ. പ്രാണായാമം ചെയ്തു തുടങ്ങിയാൽ പലതരത്തിലുള്ള വാദരോഗങ്ങളും ശമിക്കും. പാപഗ്രഹാദിദോഷങ്ങൾ തപോ മന്ത്രൌഷധങ്ങളാൽ. പാപഗ്രഹാദികൾ എന്താ? അങ്ങനെ ഓരോ രാശിയിലും നമ്മൾ പിന്നെ ഇത് പോവുമ്പോൾ പിന്നെ ഗ്രഹദോഷങ്ങളുണ്ടാവും. ഗ്രഹമല്ല, ഗ്രഹദോഷം. അപ്പോൾ
ഗൃഹദോഷത്തിനൊരു പണിയുണ്ട്. ഭാര്യയും ഭർത്താവും മാറി താമസിച്ചാൽ ഗൃഹദോഷം മാറി നിൽക്കും. പക്ഷെ ഗ്രഹദോഷം അങ്ങനെയല്ല. പ്രദോഷയോ അങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ ഒരേ വീട്ടിൽ തന്നെ ഭാര്യയും ഭർത്താവും താമസിക്കാം. ആരെങ്കിലും ഒരാളും മിണ്ടാണ്ടിരുന്നാൽ മതി. രണ്ടാളും കൂടി കയർത്ത് സംസാരിച്ചാൽ സംഗതി വളരെ മോശമാവും. പ്രദോഷയില്ലേ. അപ്പോൾ പാപഗ്രഹാദിദോഷങ്ങൾ തപോമന്ത്ര ഔഷധങ്ങളാൽ തപസ് ചെയ്താൽ അപ്പം എന്തിനാ തപസ് ചെയ്യണത്? ശരീരത്തിൻ്റെ രജോ ഗുണത്തിനെ നിർത്താൻ. അതാണ് തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരീരം ശുഷ്കിപ്പിക്കുക എന്നർത്ഥേ. ആവശ്യത്തിലധികം ആഹാരങ്ങൾ അടിച്ച് കയറ്റി ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അപ്പോൾ തപോ മന്ത്ര ഔഷധങ്ങളാൽ മന്ത്രം ജപിക്കണം. നാമം ചെല്ലണവർക്ക് അധികം അസുഖങ്ങൾ വരില്ല. ഇപ്പോൾ എൻ്റെ കണ്ണ് കാണാത്തൊരു പെങ്ങളുണ്ട് എനിക്ക്. ഷീസ് 83 ആയി. ഇപ്പോഴും പച്ചവെള്ളത്തിലാണ് കുളിക്കുക. വൈകുന്നേരം ഒരു മേല് കഴുകലുണ്ട്. അതും ഈറിനോടുകൂടി സൂര്യന് തുളസിക്ക് വെള്ളമൊഴിക്കുക അവൾ. എന്നിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. ഭയങ്കര നാമജപ. അപ്പം ഞങ്ങളൊക്കെ ഒരു ധാരണയുണ്ട്. ഞങ്ങളൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ അമ്മയേക്കാൾ അച്ഛനേക്കാൾ അമ്മയച്ഛന്മാരെക്കാൾ കൂടുതൽ അവളുടെ ഡിസിപ്ലിൻഡ് വേ ഓഫ് ലൈഫ്, അവൾ അട്ടർ ചെയ്യുന്ന നാമങ്ങളുടെ ഗുണം തൻ്റെ സഹോദരന്മാർക്ക് നന്നാവണേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. കാരണം അവൾ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം തപോ മന്ത്ര ഔഷധങ്ങളാൽ, മരുന്നിൽ വിശ്വാസം ഉണ്ടാവണം. പിന്നെ പറയണു കാമാദി ആഗ്രഹങ്ങൾ നീങ്ങും എപ്പോഴാണ്? ഭഗവത് നാമ സങ്കീർത്തനാദിയാൽ. അതായത് അനർഹമായ ആഗ്രഹങ്ങൾ വരുമ്പോൾ രാമകൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ ഞാൻ എപ്പോഴും നാമം ജപിച്ചിരുന്നു. കാരണം എന്താ? ആവലാതികൾ എനിക്കുണ്ടാവാൻ പാടില്ല. എനിക്ക് ആവലാതി ഉണ്ടായി ഞാൻ മലങ്ങും. മറ്റുള്ളവരുടെ ആവലാതി എനിക്ക് കേട്ടില്ല കണ്ടില്ല എന്ന് നടിക്കാം. പ്രൊഫഷയോ. അപ്പോൾ ഞാൻ എന്തോ നല്ല കാലത്തിന് ഈ ഫീൽഡിൽ വരിക കാരണം എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ആൾക്കാർക്ക് തോന്നുമായിരിക്കാം. ആയിക്കോട്ടെ. പക്ഷേ മിതമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ എനിക്ക് നടന്നിട്ടുണ്ട്. ഭഗവാൻ നടത്തി തരുന്നുണ്ട്. അപ്പോൾ കാമാതി നീങ്ങും ഭഗവത് നാമ സങ്കീർത്തനാദിയാൽ ദംഭവും മാനവും മറ്റും മാറും സജ്ജന സേവയാൽ. എല്ലാറ്റിനും പരിഹാരമുണ്ട്. പക്ഷെ ഇതൊന്നും ചെയ്യില്ല. പറഞ്ഞ വിഷയമില്ലേ? സാഹചര്യമാണോ വലുത്? അല്ല. സാഹചര്യത്തിനെ മറികടക്കാൻ ആധ്യാത്മികതയ്ക്ക് പറ്റും. ഏത് സാഹചര്യത്തിനാണെങ്കിലും. പണമില്ലാത്ത സാഹചര്യത്തിനും പറ്റും. അപ്പോൾ ദംഭവും മാനവും മറ്റും മാറും സജ്ജന സേവയാൽ. അശുഭങ്ങളകന്നീടും ശുഭസംശീലനത്തിനാൽ. അശുഭങ്ങളകന്നീടും ശുഭസംശീലനത്തിനാൽ ദേഹത്തിനു പലേ കൽപ്പം സേവിച്ചും മറ്റുമെത്രയും. ദേഹത്തിന് പലേ കൽപ്പം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ ചികിത്സയാണ്, കൽപ്പ ചികിത്സ. അപ്പോൾ ദേഹത്തിനു പലേ കൽപ്പം സേവിച്ചും മറ്റുമെത്രയും. ആരോഗ്യവും യൗവനവും ചിലപ്പോൾ നേടി മെല്ലവേ പരകായ പ്രദേശാദി പലേ സിദ്ധിക്കു വേണ്ടിയും. നമ്മൾക്ക് വേറൊരാളുടെ മനസ്സ് കയറി സംസാരിക്കണമെങ്കിൽ പറ്റുന്ന പറഞ്ഞത്. ആരോഗ്യവും യൗവനവും ചില പേർ നേടി മെല്ലവേ പരകായ പ്രവേശാദി പലേ സിദ്ധിക്കു വേണ്ടിയും. പലതരത്തിലുള്ള സിദ്ധികളൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ ഭാഗവതം അത് നിഷേധിക്കുന്നുണ്ട്. സിദ്ധികളിൽ ഭ്രമിക്കരുതെന്ന് പറയുന്നു. കാരണം എന്താ? അഹങ്കാരം വരും. യോഗം ശീലിപ്പൂ. ഒന്നായി ചേരാന്നാണ് യോഗം. എൻ്റെ ഒരു യോഗം എന്ന് പറഞ്ഞാൽ ഉള്ള ആളുടെ ഒപ്പം കഴിയാനുള്ള ബുദ്ധിമുട്ട് എന്നർത്ഥം. അങ്ങനെയുണ്ട്. ഒരാൾ കല്യാണം കഴിച്ചു, കുറേ കാലമായി, 40 കൊല്ലം 45 കൊല്ലമായി വിചാരിക്കാം. ഒരു സ്ത്രീയോ ഒരു പുരുഷനോ വേറൊരു സ്ത്രീയുടെ അടുത്തോ പുരുഷനോട് പറയും എൻ്റെ ഒരു യോഗം, എൻ്റെ ഇപ്പോഴത്തെ ഒരു യോഗം എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് സ്പൗസ് ശരിയല്ല എന്നർത്ഥം.
പക്ഷേ ശരിയല്ലെങ്കിൽ ഇത് മാറ്റി വാങ്ങാൻ പറ്റില്ല. അങ്ങനെയുണ്ട് പരമശൈല. അപ്പോൾ യോഗം ശീലിപ്പൂ മതിമാന്മാരാൽ ഇത് വിനിന്ദിതം ശരീരം എന്നും ആത്മാവാം വൃക്ഷത്തിൻ വീഴ്വതാം ഫലം. നോക്കൂ, യോഗം ശീലിപ്പൂ മതിമാന്മാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാനസിക എന്താണെന്നാ പറയുക, പൊരുത്തമുള്ളവർ, അല്ലെങ്കിൽ മതിമാൻ, എല്ലാം സമചിത്തതയുള്ളവരെന്ന് പറയാം. അപ്പോൾ മതിമാന്മാർ ഇത് വിനിന്ദിതം, നിന്ദിക്കപ്പെടേണ്ടതാണോ ശരീരമെന്ന്? ശരീരത്തിൽ ആകർഷണം ഉണ്ടാവരുത്. ശരീരം നൽകുന്ന ആൾ കേടുവരും. പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? ആത്മാവാം വൃക്ഷത്തിൽ വീഴ്വതാം ഫലം. ആത്മാവാകുന്ന വൃക്ഷത്തിൽ നിന്ന് ശരീരം വീഴുന്നർത്ഥം. അതോർക്കാതെ അല്പകാര്യത്തിൽ മയങ്ങാമതിയുള്ളവൻ. ഏതോർക്കില്ല? മരണത്തിനെ പറ്റി സാമാന്യം നല്ല ആൾക്കാരെ പരിഭ്രമിക്കില്ല. പണ്ഡിതന്മാർ തീർച്ചയായിട്ടും. ആർക്കാ ഭയം? സാധാരണക്കാർക്ക്. ചിലവർ സമ്മതിക്കില്ല കേട്ടോ. അത് ഈ അറിവിൻ്റെ അളവുകോൽ എന്താ? അറിവുള്ളവർ പറഞ്ഞത് സമ്മതിക്കാൻ സാധിക്കില്ല. അറിവുള്ളവർക്ക് മാത്രമേ അറിവുള്ളവർ പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എനിക്കത് ബോധ്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ആത്മാവാം വൃക്ഷത്തിൻ വീഴ്വതാം ഫലം. അതോർക്കാതെ അല്പകാര്യത്തിൽ മയങ്ങാമതിയുള്ളവർ. നല്ല മനസ്സുള്ളവരെ ശുഷ്കിച്ച കാര്യങ്ങൾക്ക് വേണ്ടി സമയം പാഴാക്കില്ല. ധനവും കീർത്തിയും മറ്റും കൊതിച്ചാം ചെയ്വതെങ്ങനെ? ധനം മോഹിച്ചിട്ടും കീർത്തി മോഹിച്ചിട്ടും ഒന്നും ചെയ്യരുത്. വരുന്നത് സ്വീകരിക്കുക എന്നല്ലാണ്ട് അതിനു വേണ്ടിയിട്ടൊന്നും ചെയ്യരുത്. ഭ്രമിക്കില്ല അവയിൽ തെല്ലും എന്നെ താൻ ആഗ്രഹിപ്പവൻ. അതാണ് 75-ാമത്തെ ശ്ലോകം. 2 വരിയുള്ളൂ, പക്ഷേ അതും മതി. ഭ്രമിക്കില്ല അവയിൽ തെല്ലും എന്നെ താൻ ആഗ്രഹിപ്പവൻ. ഭഗവാനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഭ്രമിക്കില്ല. ഇപ്പം ചിലവർക്ക് ഭഗവാൻ പറയാണ്, ഞാൻ നിങ്ങളുടെ ഒപ്പം വരട്ടെ വീട്ടിലേക്ക് ചോദിച്ചാൽ വരണ്ട പറയും. കാരണം എന്താ? വീട് ഒതുക്കി വെച്ചിട്ടുണ്ടാവില്ല. ഇഷ്ടമുക്ക ആൾക്കാരും, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കല്യാണത്തിന് നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോയി വിചാരിക്കാം. കുറേ കാലത്തിന് ശേഷം ഉള്ളൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടുമുട്ടി. ഞാനേ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് കുറച്ച് അസ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞു ഒഴുകും ബുദ്ധിമാനായ പുരുഷൻ. കാരണം എന്താ? വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ എല്ലാം വാരി വലിച്ച് ഒരു സാരി ഉടുക്കണേന് ഒരു 15 സാരി വാരി വലിച്ച കട്ടിലുമ്പിട്ടുണ്ടാവും. ലോക്കർ ശരിക്കും പൂട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഈ പോക്കണങ്കേട് കാണണ്ടല്ലോ എന്ന് വിചാരിച്ച് ഭർത്താവ് പറയും, ഇന്ന് വേണ്ട, വേറെ ദിവസം ഞാൻ വിളിച്ചിട്ട് വരാം, ഞാൻ നിങ്ങളെ വിളിക്കാം, അപ്പോൾ നിങ്ങൾ വന്നാൽ മതി. കാരണം എന്താ? ഒരു ദിവസം എടുത്ത് ഇതൊക്കെ വൃത്തിയായിട്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഭ്രമിക്കില്ല അവയിൽ തെല്ലും എന്നെ താൻ ആഗ്രഹിപ്പവൻ. അതൊക്കെയും ഉൾപ്പൂവിൽ ഏകമാഗ്രഹം അതോർക്കെ ഉൾപ്പൂവിൽ അനേകമാഗ്രഹം വഴിക്കണയ്ക്കും പല വിഘ്നമാർക്കും. കൂടുതൽ ആഗ്രഹാഭിലാഷങ്ങൾ ഉണ്ടെങ്കിൽ പല വിഘ്നതകളുണ്ടാവുന്ന. കുറച്ചേ ഉള്ളൂ വിചാരിച്ചാൽ വിഘ്നങ്ങൾ ഉണ്ടാവില്ല. അതൊക്കെയും ഉൾപ്പൂവിൽ ആഗ്രഹം വഴിക്കണയ്ക്കും പല വിഘ്നമാർക്കും. വിശുദ്ധമാം ഭക്തിയിൽ മുങ്ങും ആത്മാരാമൻ ഉദിക്കില്ല അഭിലാഷം ഏതും. ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല എന്നർത്ഥം. എന്താ അങ്ങനെയാണ്. ഈ ഭൂമിയിൽ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ളത് ഈശ്വരനാണ്. ഈശ്വര ചിന്തയിലൊന്നേ മനുഷ്യന് ശാശ്വതമീ ഉലകം. ഈ ലോകത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരനോട് കെട്ടുപാട് വേണം. എന്നാലേ നന്നായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. നാളേക്ക് എന്നുള്ളത് നമ്മൾ കരുതിയിട്ടില്ലെങ്കിലും ഈശ്വര സാക്ഷാത്കാരം സാധിച്ച ഒരാൾക്ക് നാളത്തെ പറ്റി വറി ഉണ്ടാവില്ല.
അവനറിയാം അവൻ്റെ ആവശ്യം വരുമ്പോൾ തൻ്റെ മുമ്പിൽ വന്ന് വീഴും. അതാ പറഞ്ഞത്. അപ്പോൾ വിശുദ്ധമാം ഭക്തിയിൽ മുങ്ങും ആത്മാരാമൻ ഒതുക്കില്ല അഭിലാഷമേതും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ ഷഷ്ടിതസമർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 67-ാം സർഗം ഉദ്ധവൻ്റെ കൃതജ്ഞത. ഭഗവാനോട് വീണ് നമസ്കരിക്കുകയാണ്. നമസ്കരിക്കുക, പ്രദക്ഷിണം ചെയ്യുക, നമസ്കരിക്കുക, പ്രദക്ഷിണം ചെയ്യുക, നമസ്കരിക്കുക. മനസ്സ് അധീനപ്പെടുവോളം ആർക്കും ആമട്ടഴും പാവനയോഗചര്യ അസാധ്യം എന്നോർത്ത് അതിഭക്തിപൂർവം ഉണർത്തിനാൻ ഉദ്ധവൻ ഇപ്രകാരം. കുറച്ച് സ്പീഡ് കൂടി, സാരമില്ല, ഞാൻ പറഞ്ഞ മനസ്സിലാക്കാം. മനസ്സ് അധീനപ്പെടുവോളം, മനസ്സ് ഈശ്വരന് അധീനപ്പെടുവോളം ആർക്കും ആമട്ടഴും പാവനയോഗചര്യ, പരിപാവനമായ യോഗചര്യ അസാധ്യം എന്നോർത്ത് അതിഭക്തിപൂർവം ഉണർത്തിനാൻ ഉദ്ധവൻ ഇപ്രകാരം. എന്താണ് ഉണർത്തിയത്? ഭഗവാനോട് എന്താ പറഞ്ഞത്? സാധാരണന്മാർക്കെളുതായതല്ല. അപ്പം അങ്ങ് ഈ പറഞ്ഞ കാര്യം സാധാരണക്കാർക്ക് പറ്റുമോ? തോന്നണില്ല എനിക്ക്. സാധാരണമാർക്കെളുതായതല്ല, അതായത് സാധാരണക്കാർക്ക് സുഗമമായിട്ടുള്ളതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്നൊരു കാര്യം ഉദ്ധവർ ഭഗവാനോട് പറഞ്ഞു. വിജ്ഞാനയോഗം ബഹുകൃസ്ത്രസാധ്യം. വിജ്ഞാനയോഗം, വിശേഷപ്പെട്ട ജ്ഞാനം കൊണ്ട് ഭഗവാനെ അറിയാമെന്നുള്ളത് ബഹുകൃസ്ത്ര, വളരെയധികം ശുഷ്കിച്ച സാധ്യതയാണെന്നാണ് പറഞ്ഞത്. ദേഹാഭിമാനാദികളാകയറ്റ മഹാശയന്മാർക്കു വിധിച്ചതാവാം. ഇത് ആർക്കാണ്? വിജ്ഞാനയോഗം ആർക്കുള്ളതാ? ദേഹാഭിമാനാദികളാകയറ്റ്, ദേഹാഭിമാനം തീരെ ഇല്ലാത്തവർക്ക് പറ്റിയതാ. ദേഹാഭിമാനാദികളാകയറ്റ് മഹാശയന്മാർക്ക്, ഏറ്റവും മഹത്തായ ആശയങ്ങളുള്ളവർക്ക് പറ്റും, അല്ലാത്തവർക്ക് പറ്റില്ല. വിധിച്ചതാവാം. ഗൃഹാധികാര്യങ്ങളിൽ നിന്നൊഴിഞ്ഞ്, ഗൃഹാദി, വീട്, പുത്രേഷണ, ധാരേഷണ, അർത്ഥേഷണ എന്നൊക്കെ പറഞ്ഞുല്ലോ. ഗൃഹാധികാര്യങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറാൻ പ്രയാസപ്പെടുവോർക്കു പോലും, അതായത് ഗൃഹാധികാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ താല്പര്യമുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. ശീലിക്കുവാൻ തക്ക വിധത്തിലുള്ളൊരു ഉപായമോദിയിടണം അംബുജാക്ഷ. ശ്രീകൃഷ്ണ പെരുമാളെ, അങ്ങ് ശീലിക്കുവാൻ തക്ക വിധത്തിൽ, സാധാരണക്കാർക്ക് ശീലിക്കാൻ പറ്റിയ രീതിയിലുള്ളത് എളിമയോടുകൂടി ഒന്ന് പറഞ്ഞു തന്നാൽ തർക്കടില്ല. അതാണ്. അപ്പോൾ പറഞ്ഞു, ജ്ഞാനത്തിനാൽ ഈ മഹനീയ സൗന്ദര്യാസ്വാദനം. എന്താ പറഞ്ഞത്? ജ്ഞാനത്തിനാൽ ഈ മഹനീയ സൗന്ദര്യാസ്വാദനം മന്നിതിൽ ഏതൊരാൾക്കും സാധിപ്പതല്ലെന്ന് അടിയെന്നു തോന്നിപ്പോകുന്നു വിശ്വൈക മനോജ്ഞമൂർത്തേ. ഈ വിശ്വത്തിൽ ഏകമനോജ്ഞമൂർത്തേ, മനസ്സ് ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നത് ധാരാളമില്ല. ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാർക്കും ആവാം, മറ്റുള്ളവർക്ക് സാധിക്കില്ല. സമസ്ത ലോകത്തിനും ആചരിക്കാറാവുന്നതെന്ത്, സമസ്ത ലോകത്തിനും ആചരിക്കാറാവതെന്നതെന്ത് ഈശ്വരഭക്തി പോലെ. അതിൻ്റെ മുമ്പാകെ മികച്ച കർമ്മജ്ഞാനങ്ങളും നിഷ്പ്രഭമല്ലീനാഥ. അതിൻ്റെ മുമ്പാകെ, ഈശ്വരൻ്റെ മുമ്പിൽ മികച്ച കർമ്മജ്ഞാനങ്ങൾ, നിഷ്പ്രഭം എന്ന് പറഞ്ഞാൽ ജ്ഞാനം ഭക്തി, ജ്ഞാന, വൈരാഗ്യം. ഭക്തി വേണം, ജ്ഞാനം വേണം, വൈരാഗ്യം വേണം. കൺചിന്മയും പട്ടിണിയിട്ടുകൊണ്ടും മറ്റും പ്രയത്നിപ്പവർ മിക്ക പേരും മനസ്സിനെ തെല്ലും അടക്കി നിർത്താനാവാതെ മാഴിയിടുകയാം ജഗത്തിൽ. വളരെയധികം ആൾക്കാർ കൺചിമ്മയും, അതായത്
എന്ത് കണ്ടാലും കണ്ണ് ചിമ്മുക, കാരണം പ്രതികരിക്കാൻ പറ്റില്ല എന്നർത്ഥം. പട്ടിണിയിട്ടുകൊണ്ടും മറ്റും പ്രയത്നിപ്പവർ മിക്ക പേരും മനസ്സിനെ തെല്ലും മടക്കി നിർത്താനാവാതെ മാഴിയിടുകയാം ജഗത്തിൽ. അതോർത്ത് നിൻ തൃശ്ചരണാരവിന്ദം സേവിക്കയാം പാരിൽ വിവേകമുള്ളോൻ. അപ്പോൾ സാധാരണക്കാരിൽ കേമൻ, വിവേകമുള്ളവൻ എന്തു ചെയ്യും? നിൻ ചരണാരവിന്ദം, ഭഗവാന്റെ ചരണാരവിന്ദത്തെ പ്രാർത്ഥിക്കുക. അല്ലാതെ കർമാദിയിൽ മങ്ങിമേന്മ നടിച്ചു പാഴാക്കുകയില്ല ജന്മം. അതോർത്ത് നിൻ തൃച്ചരണാരവിന്ദം സേവിക്കയാം പാരിൽ വിവേകമുള്ളോൻ. അല്ലാതെ കർമാദിയിൽ മങ്ങി മേന്മകൾ നടിച്ച് പാഴാക്കുകയല്ല ജന്മം. വളരെയധികം ആൾക്കാർ അങ്ങനെയാണ് പാഴാക്കുക ചെയ്യണത്. അത് അല്ല, ഇത് അല്ല, ഈ വിധം മോദി വാദകോലാഹലം കൊണ്ടു ഉലകാകമാനം. എന്തു പറഞ്ഞാലും ഇതല്ല അതല്ല, അതല്ല ഇത് അല്ല, എല്ലാവിധമോദി വാദകോലാഹലം കൊണ്ടുലോ കണ്ട് ഉലകാകമാനം. പാണ്ഡിത്യഗർവം പ്രകടിച്ചു കാലം കളഞ്ഞിടാൻ നിൻ പരിഭക്തിയാർന്നു. പരമാത്മ ചൈതന്യത്തിൽ പരിപാവന ഭക്തിയുള്ള ഒരാൾ തർക്ക വിഷയങ്ങളിൽ ഏർപ്പെട്ടിട്ട് സമയം കളിയില്ല. ആനന്ദമെന്തെന്നറിയും വിവേകി, ആനന്ദം എന്തെന്നതറിയും വിവേകി. വിവേകിക്ക് മാത്രമേ ആനന്ദം എന്താണെന്നുള്ള അറിയുള്ളൂ. കള്ളു കുടിച്ച് മുക്രിയിടുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ആനന്ദം എന്താണെന്ന് അറിയില്ല. ആനന്ദമെന്തെന്നറിയും വിവേകി, വെറും യശോ മാനധാനാദിയിൽ, വെറും യശോ മാനധാനാദിയിൽ, മാനം ധാനം, മാനം അതായത് ചില്ലറ കാര്യം ചെയ്തിട്ട് വലിയ വലിയ അഭിമാനം ഉള്ളവൻ എന്നർത്ഥം. അതാണ് അതല്ലേ. അപ്പോൾ പറഞ്ഞു ആനന്ദമെന്തെന്നറിയും വിവേകി, വെറും യശോന്മാനധാതനാദിയിൽ മയങ്ങിടാ നിൻ കൃപയേൽക്കമൂലം മഹേന്ദ്രജാലങ്ങളിൽ മൂടർ പോര്. ഈ മഹേന്ദ്രജാലം ഇന്ദ്രജാലം എന്നുള്ളത് കൺകെട്ട വിദ്യയൊക്കെ അതിലാരാ വീഴുക? അല്പന്മാർ. അപ്പോൾ അതാണ് വെറും യശോ മാനധനാദിയിൽ മയങ്ങിട നിൻ കൃപയേൽക്കമൂലം മഹേന്ദ്രജാലങ്ങളിൽ മൂഢർ പോലവേ. മറ്റൊക്കെയും വിട്ടു നിജാംഗ്രിപത്മം, എല്ലാ കമ്മിറ്റ്മെൻറ്റും ഒഴിവാക്കി ഭഗവാന്റെ തിരുപാദപത്മത്തിൽ ആര് സേവിക്കണു? സേവിച്ചിടുന്നോർകളിലില്ല ഇത്രമേലും. അവർക്ക് വരുംവരായകൾ അറിയാം. ഭഗവാൻ വിചാരിച്ചതേ നടക്കൂ, നമ്മൾ വിചാരിച്ചത് നടക്കില്ല. കാരുണ്യവായി പുണ്ടവിടേക്കതിങ്കൽ എന്തത്ഭുതം ചൊൽവതിനംബുജാക്ഷ. കാരുണ്യവായി പുണ്ടവിടേക്ക് അതിങ്കൽ എന്തത്ഭുതം ചൊൽവതിനംബുജാക്ഷ. ബ്രഹ്മാദ്യർതൻ മകുടരത്നമുരഞ്ഞു തേഞ്ഞ തൃപാദപീഠം. ഭഗവാന്റെ തൃപ്പാദപീഠം ബ്രഹ്മാദ്യർ, ബ്രഹ്മാവ് പരമശിവൻ മുതലായിട്ടുള്ളവർ മകുടരത്നമുരഞ്ഞ് അവരുടെ എന്താണെന്നാ പറയുക, അവരുടെ കിരീടത്തിൻ്റെ മഹിമൊക്കെ പോകാൻ തുടങ്ങി. കാരണം എന്താ, എപ്പോൾ കണ്ടാലും ഭഗവാനെ താണ് വീണ് നമസ്കരിച്ച് നിൽക്കും. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് കാരുണ്യവായി പുണ്ടവിടേക്ക് അതിങ്കലന്തത്ഭുതം ചൊൽവതിനംബുജാക്ഷ. അങ്ങ് അത്ഭുതാകാംക്ഷിയാണെന്ന് അറിയാത്തവരാരുമില്ല, അങ്ങേപ്പറ്റി അറിയണവരുമില്ല. ബ്രഹ്മാതിരതന്മകുടം രത്നമുരഞ്ഞ് തേഞ്ഞ തൃപ്പാദപീഠം അതുമാതിരി മേന്മയാർന്നും സാമാന്യരാം കവികളോടൊരുമിച്ചിണങ്ങി വന്നേറി മിന്നിയ ഗുണാലയ വാസുദേവ. ഇവിടെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അവസ്ഥയാണ് പറഞ്ഞത്.
സാമാന്യരാം കവികളോടൊരുമിച്ചണങ്ങി ഇണങ്ങി വന്നേറെ മിന്നിയ ഗുണാലയ വാസുദേവ. ആ മട്ടിൽ മേവും അവിടത്തെ മറന്ന് തന്നിൽ കാണിച്ചിടും കാരുണ്യോർക്കുകിൽ എന്തതൊരാളാം. അതായത് ഭഗവാനെ സേവിച്ച് ആ മട്ടിൽ മേവും അവിടത്തെ മറന്ന്, ഭഗവാനെ മറന്ന് തന്നിൽ കാണിച്ചിടും കരുണയോർക്കുകിലേതൊരാളാം. സേവിപ്പത് ആത്മദൈതേശ്വരാനാം ഭവാനെ അല്ലാതെ എന്നിൽ അഖിലാർത്ഥതനല്ലയോ നീ. അഖിലാർത്ഥൻ, എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത് നിക്ഷിപ്തമാവാത്തത്. പറഞ്ഞ മനസ്സിലല്ലേ? തൃപ്പാദ വിസ്മരണ കാരണമാകിൽ, ഭഗവാന്റെ തൃപ്പാദത്തെ വിസ്മരണം ചെയ്തു വിചാരിച്ചാൽ മോക്ഷം പോലും പവിത്രം അതിൽ ആർന്നവൻ ആഗ്രഹിക്കാം. മോക്ഷം കൂടി ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ട്. കാരണം എന്താ? ഭഗവത് ഭക്തിയാണ് മേലേന്നറിയാം. അപ്പോൾ അഖിലാർത്ഥതനല്ലോ നീ, തൃപ്പാദ വിസ്മരണ കാരണമാകിൽ മോക്ഷം പോലും പവിത്രം അതിയാർന്നവൻ ആഗ്രഹിക്കാം. അല്ലെങ്കിൽ നിന്ന് ചരണസേവന ഭാഗ്യമാർന്ന് ഞങ്ങൾക്കു വേണ്ടി വേണ്ടതിനി എന്തു ജഗത്തിതിങ്കൽ. ഈ ലോകത്തിൽ സാമാന്യക്കാരന് വേണ്ടിയിട്ട് എന്താ ഉള്ളത്? മുമ്പിൽ തെളിഞ്ഞു ഗുരുപുങ്കവനായും ഉള്ളിൽ ചൈതന്യമായും ഒളി നൽകും ഉദാരമൂർത്തേ. ഭഗവാന്റെ സ്വഭാവം എന്താ? ബാലാഗ്ര ശതഭാഗസ് വിസ്തരസ് ഏകോ ജീവ പ്രമാണം കൊണ്ട് എല്ലാ മനുഷ്യരാശികളിലും ഭഗവാൻ കുടികൊള്ളുന്നുണ്ട് എന്നുള്ളൊരു ചൈതന്യം ഉണ്ട്. നീ ചെയ്തതായൊരു ഉപകാരം ഇതിൻ കടം തീർത്തേടിയാൻ അസംഖ്യജനീ കൊണ്ടും ഒരാൾക്കും ആകാം. അങ്ങയെ, അതായത് ഭഗവാനെ പോലെയുള്ളവർക്ക് അല്ലേ, ആ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അതാണ് മുമ്പിൽ തെളിഞ്ഞു ഗുരുപുങ്കവനായും ഉള്ളിൽ ചൈതന്യമായും മൊളി നൽകും ഉദാരമൂർത്തേ. നീ ചെയ്തതായൊരുപകാരം ഇതിൽ കടം തീർത്തിയിടാൻ അസംഖ്യജനി കൊണ്ടൊരുവാൾക്കുമാകാം. എത്ര ജന്മം എടുത്താലും ശരി കടം വീട്ടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇനി അതിൽ അവസാനത്തെ ശ്ലോകം. ഈ വണ്ണം ഉദ്ധവൻ അലിഞ്ഞുര ചെയ്തു കേട്ട്, ഇങ്ങനെ ഉദ്ധവരെ അലിഞ്ഞ് പറഞ്ഞത് കേട്ട്, ഈ വണ്ണം ഉദ്ധവൻ അലിഞ്ഞുര ചെയ്തു കേട്ട് സൃഷ്ടിയാദി ലീലകളിൽ മൂർത്തികൾ മൂന്നിയോ നാൻ സർവേശ്വരൻ കരുണയുള്ളിൽ വിഴിഞ്ഞുകൊണ്ട് മന്ദസ്മിതാദ്രമുഖനോദി മഹാനുഭാവൻ. അപ്പോൾ പിന്നെ ഇവിടെ ആരാ മഹാനുഭാവൻ? ശ്രീകൃഷ്ണൻ. അപ്പോൾ അപ്പോൾ പറഞ്ഞു സർവേശ്വരൻ കരുണയുള്ളിൽ വഴിഞ്ഞുകൊണ്ടു മന്ദസ്മിതാദ്രമുഖനോദി മഹാനുഭാവൻ. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികനാശനെ ഉപാസനാകാണ്ഡേ സപ്തഷഷ്ടിതമസർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോഭവന്തു ആയിരിക്കട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.